അപ്പോൾ ഹലോ മലയാളത്തിൽ നിന്ന് സ്കൈ വാച്ചുമായി നമുക്കിപ്പം ഉള്ളത് അശ്വതി വിശ്വനാഥനാണ്. അശ്വതി, ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി വിമൻസ് ഡേ. അപ്പോൾ ഇന്നത്തെ അന്തരീക്ഷങ്ങൾ എങ്ങനെയാണ്? മഴയ്ക്ക് വല്ല സാധ്യതയുണ്ടോ? ചൂട് കൂടുമോ? എനിക്ക് തോന്നുന്നു ചൂട് കൂടാനാണ് സാധ്യതയെന്ന് തോന്നുന്നു അല്ലേ? ഗുഡ് മോർണിംഗ് സേതു. എല്ലാ ന്യൂസ് മലയാളം എല്ലാ പ്രേക്ഷകർക്കും വെരി ഗുഡ് മോർണിംഗ്. സംസ്ഥാനം ഇന്ന് ചുട്ടുപൊള്ളുന്ന ഒരു കാലാവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും പ്രേക്ഷകർക്ക് ഇന്ന് മഴയാണോ ചൂടാണോ എന്നറിയാനുള്ള ഒരു ആശങ്കയിലാണിപ്പോൾ. അപ്പോൾ നമുക്കിന്ന് കേരളത്തിൻ്റെ മാപ്പ് വഴി തന്നെ ആ ഒരു വിവരങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. ഇന്ന് 3 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, എറണാകുളം, ആലപ്പുഴ എന്നീ ജില്ലകളിൽ നേരിയ മഴയുടെ സൂചനയും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മാത്രമല്ല ആലപ്പുഴ ഉൾപ്പെടെയുള്ള ജില്ലകളിലെ ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും ഇന്നലെ രാത്രി നേരിയ മഴ പെയ്തിരുന്നു. ഈ ഒരു മുന്നറിയിപ്പ് ഈ 3 ജില്ലകളിലും ചുട്ടുപൊള്ളുന്ന ഈ ഒരു കാലാവസ്ഥയിൽ ഈ 3 ജില്ലകളിലുള്ള ആളുകൾക്ക് ചെറിയൊരു ആശ്വാസം തന്നെയായിരിക്കും പകരുന്നത്. ഇനി മറ്റു ജില്ലകളിലെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. തൃശ്ശൂർ, കോട്ടയം, പാലക്കാട്, തൃശ്ശൂർ എന്നീ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം മറ്റു ജില്ലകളിലേക്ക് കടക്കുമ്പോൾ താപനില എന്ന് പറയുന്നത് തിരുവനന്തപുരം, കോട്ടയം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് ഇതിനോടകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിൽ മറ്റിനി കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു മുന്നറിയിപ്പും കൂടി കാലാവസ്ഥാ വകുപ്പ് നമുക്ക് തരുന്നുണ്ട്. സൂര്യരശ്മികളിൽ നിന്നുള്ള അൾട്രാവയൽ രശ്മികളുടെ തോത് വലിയ അപകടകരമായ നിലയിലെത്തി എന്നുള്ളൊരു മുന്നറിയിപ്പും കൂടി നൽകുന്നുണ്ട്. അതുകൊണ്ട് ദിവസം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 3 മണി വരെ പരമാവധി വെയിൽ കൊള്ളാതിരിക്കാനുള്ളൊരു മുന്നറിയിപ്പും കൂടി കാലാവസ്ഥാ വകുപ്പ് നമുക്ക് നൽകുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാനുള്ളത്. സേതു. ഓക്കെ, ശരി അശ്വതി.